അവധി ദിവസത്തിന്റെ ആലസ്യം ഒട്ടുമില്ലാത്ത ഒരു പ്രഭാതം. കൊച്ചോളങ്ങൾ പ്രസരിപ്പോടെ പടവുകളെ ഇക്കിളിയാക്കുന്ന നീല ജലാശയം. വിഷാരികാവ് ക്ഷേത്രച്ചിറയുടെ കാവലാളായി ചിറമധ്യത്തിൽ പ്രതിഷ്ഠിക്കപ്പെട്ട സാഗര കന്യകയുടെ സുന്ദര രൂപം പ്രഭാതകിരണങ്ങളാൽ സൗവർണപ്രഭ ചൊരിയുന്ന മനോഹര ദൃശ്യം. ചിറക്കപ്പുറത്ത് അനന്തപുരം ക്ഷേത്രത്തിന്റെ അനുഗ്രഹ സാന്നിധ്യം. ചിറവക്കിലെ ലേക്ക് വ്യൂ ഓഡിറ്റോറിയത്തിലേക്ക് ദേശീയപാതക്കരികിലെ ക്ഷേത്ര കവാടം കടന്ന് വരിവരിയായി വരുന്ന വാഹനങ്ങൾ. അവിടെയൊരു മംഗളകർമ്മം നടക്കുകയാണ്. പടർന്നു പന്തലിച്ചൊരു തറവാടിന്റെ 2 നൂറ്റാണ്ടിലധികം വരുന്ന ജീവിത പശ്ചാത്തലത്തിൽ ഒരു തറവാട്ട് സംഗമം, വടക്കുംപാട്ട് കുടുംബ സംഗമം. ഇന്നത്തെ കൊയിലാണ്ടി നഗരസഭയിലെ പഴയ അരിക്കുളം ഗ്രാമപഞ്ചായത്തിലെ നടേരി വില്ലേജിൽ കാമവട്ടം അണേല പ്രദേശങ്ങൾക്ക് സമീപം കുതിരക്കുട ക്ഷേത്രത്തിനരികെ രൂപം കൊണ്ട് മലബാറിലെ പല ജില്ലകളിലും കേരളത്തിനു പുറത്തും ശാഖോപശാഖകളായി പടർന്നു പന്തലിച്ച കുടുംബവൃക്ഷം. അതിന്റെ ചരിത്രത്തിലെ വലിയ രേടായി മാറുന്ന തറവാട്ട് സംഗമം. ശിശുക്കൾ മുതൽ വൃദ്ധർ വരെ ഈ മഹാസംഭവത്തിന് സാക്ഷിയാവാൻ വന്നു ചേരുകയാണ്. ശിശു സഹജമായ പ്രസരിപ്പോടെ പരിപാടിയിലേക്ക് ഉത്സാഹപൂർവ്വം എത്തിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവരും. ആകാശത്തിനാരോ വർണ്ണങ്ങൾ തൂവി ആശപ്പം താരങ്ങൾ അങ്ങിങ്ങായി നീലക്കൺ ചിമ്മി മണ്ണിൽ മാമ്പൂവിൽ തെന്നൽ വീട്ടുന്ന വാഴ്വിൻ സംഗീതം വെയിൽ തൂമഞ്ഞിൻ മെല്ലെ പോകുമ്പോൾ മാറിപ്പൂവില്ല എങ്ങും ഉല്ലാസം എങ്ങും ആനന്ദം കാലം നീട്ടുന്നു കിനാത്തിനാളം കുഞ്ഞിപ്പൂമാറ്റേ വരുന്നേ ഉയരാനാ ആത്മാവിനാകാശത്തിനാരോ വർണ്ണങ്ങൾ തൂവി ആശപ്പം താരങ്ങൾ കുടുംബസംഗമം പ്രാർത്ഥനയോടുകൂടി സ്റ്റാർട്ട് ചെയ്യാണ്. സൃഷ്ടാവാം ദൈവമേ സത്യസനാതന ചൈതന്യമേ പുണ്യം വഴിയും കാരുണ്യരശ്മികൾ എന്നെന്നും ഞങ്ങളിൽ തൂകണം നീ. പുല്ലിലും പൂവിലും കല്ലിലും കാവിലും മണ്ണിലും വിണ്ണിലും നിന്റെ വാസം എല്ലാ മധുര പ്രകാശവും താപക സ്വർലോകവക്ഷ്യമാം മന്ദഹാസം സർവചരാചര സൃഷ്ടാവാം ദൈവമേ സത്യസനാതന ചൈതന്യമേ പുണ്യം വഴിയും നിൻ കാരുണ്യരശ്മികൾ എന്നെന്നും ഞങ്ങളിൽ തൂകണം നീ. അടുത്തതായി സ്വാഗത പ്രസംഗത്തിനായി CPM ഗോപി വേദിയിലോട്ട് ക്ഷണിക്കുന്നു. ബഹുമാന്യ സദസ്സിന്റെ നമസ്കാരം. ബഹുമാന്യ സദസ്സിന്റെ നമസ്കാരം. നമ്മളിന്ന് ഇവിടെ ഒത്തുചേർന്നിരിക്കുന്നത് ഏകദേശം 200 വർഷക്കാലത്തോളം പഴക്കമുള്ള അണേല കുതിരക്കൊട അരിക്കുളം പഞ്ചായത്തിലെ വടക്കുംപാട്ട് എന്ന ഒരു കുടുംബത്തിൻ്റെ അംഗങ്ങളുടെ സ്നേഹവും അഭിലാഷങ്ങളും പങ്കുവയ്ക്കാൻ വേണ്ടി മാത്രമാണ്.
ഏകദേശം 200 വർഷക്കാലത്തിന് ഓളം പഴക്കമുള്ളതാണ് വടക്കുംപാട്ട് കുടുംബം. കുനിയിൽ എന്ന വീട്ടിലായിരുന്നു ആദ്യമായി എല്ലാവരും ഒത്തുകൂടി കൂട്ടുകുടുംബ സംവിധാനത്തിൽ ജനിച്ചതും വളർന്നതും മറ്റ് സാഹചര്യങ്ങളിലൂടെ ജീവിച്ചതുമെല്ലാം. പക്ഷേ പുതിയ കാലഘട്ടത്തിൻ്റെ ആവശ്യവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ നമ്മളെല്ലാം ഓരോ ഭാഗത്ത് ഓരോ ചെറിയ കുടുംബാംഗങ്ങളായി മാറി ഇന്ന് വിവിധ പ്രദേശങ്ങളിൽ വിവിധ ഭാഷ ദേശ ഭാഗങ്ങളായി ജീവിക്കുകയാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ പുതിയ കൂട്ടുകുടുംബ സംവിധാനങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യങ്ങൾ വളരെ കുറവാണ്. ഏകദേശം പറയുകയാണെങ്കിൽ നമ്മളെ 99% അണുകുടുംബ സംവിധാനത്തിലൂടെ വളർന്നു വരുന്ന ഒരു സാമൂഹിക അന്തരീക്ഷമാണ് ഇന്ന് നമ്മുടെ നാട്ടിലുള്ളത്. അവിടെയാണ് നമ്മുടെ ഈ കൂട്ടുകുടുംബ സംഗമത്തിന്റെ പ്രസക്തി, അതിന്റെ വില അറിയുന്നത്. അതുകൊണ്ട് നമ്മൾ വളരെ വൈകിയാണ് ഇങ്ങനെ ഒരു സദസ്സ് സംഘടിപ്പിച്ചതെന്നാണ് എനിക്കും തോന്നുന്നത്. നമ്മളെ കല്യാണിയെടുത്ത് മരിച്ച ദിവസം ആ ചടങ്ങുമായി ബന്ധപ്പെട്ടുകൊണ്ടിരുന്ന അവസരത്തിലാണ് ജനാർദ്ദനും അവരെല്ലാവരും കൂടെ വളരെ താല്പര്യത്തോടെ നമുക്കിങ്ങനെ ഒരു കൂട്ടുകുടുംബ സംവിധാനം, ഒരു കുടുംബ സംഗമ സംവിധാനം ഉണ്ടാക്കണം, അതിനുവേണ്ടി ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കണം. അതിന്റെ തുടക്കത്തിന് അവിടെ നിന്ന് ആ ഒരു വേദിയിൽ നിന്നാണ് ഇതിനുള്ള തുടക്കം ഉണ്ടായത്. അത് കുറച്ച് നീണ്ടുപോയി. പലരും പല സ്ഥലത്തായതുകൊണ്ട് നമുക്ക് അതിൻ്റെ സമയവും സാഹചര്യങ്ങളും കുനിയിൽ വെച്ച് നടത്താമെന്നായിരുന്നു നാം ആദ്യം ഒരു തീരുമാനം ഉണ്ടാക്കിയതും. നമ്മളൊരു ജനറൽ ബോഡി എല്ലാവരെയും അറിയിച്ചുകൊണ്ട് തുടങ്ങുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ കുനിയിൽ വെച്ച് നടത്താനുള്ള ചില സാഹചര്യങ്ങളുടെ പൊരുത്തക്കേടുകൊണ്ട് എന്ന് പറഞ്ഞാൽ, ഒന്നാമത് മരിച്ച് 1 വർഷം കഴിയുന്നതിന് മുമ്പ് കുനിയിൽ കല്യാണത്തിന്റെ വീട്ടിൽ വെച്ച് നടത്തുക എന്നുള്ളത് പ്രായോഗികമായിട്ടുള്ള മാനസികമായിട്ടുള്ള താല്പര്യക്കുറവ്, പിന്നെ അവിടുത്തെ സാഹചര്യങ്ങളുടെ ബുദ്ധിമുട്ട്, ഈ അറേഞ്ച്മെന്റുകളെല്ലാം ചെയ്യാനുള്ള പ്രയാസം. അതുകൊണ്ടാണ് പിന്നീട് ആ സ്ഥലം മാറ്റിക്കൊണ്ട് നമ്മൾ വീണ്ടും ഞാനും ഉൾപ്പെടെ ഇവിടെ ഞാനും ശുഭയും ചന്ദ്രനും സത്യനും മുരളിയെല്ലാം ഇവിടെ വന്ന് നോക്കുകയും ഇങ്ങനെ ഒരു അറേഞ്ച്മെന്റ് കണ്ടെത്തി ഇവിടെ തന്നെ ഒരു നടത്താം എന്ന് നമുക്കൊരു അവസാന തീരുമാനത്തിലെത്തിയത്. അതിൽ നമ്മുടെ കുടുംബത്തിൽ 1-2 ആൾക്ക് മാനസികമായിട്ട് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. അത് കാരണം എന്താണെന്ന് വെച്ചാൽ ആദ്യം അവിടെ നിന്ന് നടത്താമെന്നായിരുന്നു തീരുമാനിച്ചത്. ഒരു ജനറൽ ബോഡിയുടെ തീരുമാനം അതായിരുന്നു. പക്ഷെ അതിൽ നമ്മൾ വൈലേഷനാക്കി ഇവിടെ വെച്ചു എന്നതിൽ പേരെടുത്ത് തന്നെ പറയാം, മണിപ്രസാദിനൊക്കെ ഭയങ്കര വിഷമം ഉണ്ടായി. അതിനെ അവര് വിഷമിച്ചാലും പക്ഷെ ഇവിടെ വെച്ച് നടത്തുമ്പം ഉണ്ടാവുന്ന ആ ഒരു സംതൃപ്തിയും സഹകരണവും സന്തോഷവും നമുക്ക് കുനിയിലെ വീട്ടിൽ വെച്ച് കിട്ടില്ല എന്നുള്ളത് കൊണ്ട് മാത്രമാണ് നമ്മൾ ഈ പ്രോഗ്രാം ഇങ്ങോട്ട് മാറ്റാനുണ്ടായ സാഹചര്യം. അത് ഈ വേദിയെ ഞാൻ അറിയിക്കുകയാണ്. കാരണം എന്താ വെച്ചാൽ ജനറൽ ബോഡിയിൽ നമ്മളെടുത്ത തീരുമാനം വയലേഷൻ ആവാനുണ്ടായ കാരണം അതാണ്. അതുകൊണ്ട് ഈ മണിപ്രസാദിന്റെ ആ ഒരു വിവേചനത്തോട് നമുക്ക് അതിന്റെ പ്രയാസം അതാ ഞാനിവിടെ അവതരിപ്പിക്കുകയാണ്. അദ്ദേഹം വന്നിട്ടില്ല, ഇപ്പൊ വരുമെന്ന് വിചാരിക്കാം, അല്ലെ? വരില്ലേ? പിന്നെ നമ്മുടെ ഇനിയും ധാരാളം കുടുംബങ്ങൾ നമ്മുടെ കൂടെ ഈ ഒരു സദസ്സിൽ വരേണ്ടതായിരുന്നു. എന്താ പറയാ, ദൈവം അതിനുള്ള ഒരു സാഹചര്യം നമുക്ക് തന്നില്ല. വളരെ നേരത്തെ തന്നെ നമ്മളോട് വിട്ടുപിരിഞ്ഞ കുറെ യൗവനത്തിലെ വിട്ടുപിരിഞ്ഞു പോയ നമ്മുടെ സ്നേഹവാചനങ്ങളായിട്ടുള്ള കുറെ പേർ, പാലക്കാട് ബാലേട്ടൻ ഉൾപ്പെടെ, അച്ഛൻ, അമ്മ, കല്യാണിയെടുത്തി, വിമല, ബഹുമാനപ്പെട്ട ചന്ദ്രേട്ടൻ, ചന്ദ്രൻ, ബാലേട്ടൻ, എടക്കണ്ടി നാരായണെടുത്തി, എടക്കണ്ടി ബാലേട്ടൻ, അങ്ങനെ ധാരാളം പേർ നമ്മളെ യാദൃശ്യമായി നമ്മൾ വിട്ടുപിരിഞ്ഞു പോയി. അവരെല്ലാം ഈ ചടങ്ങിൽ ഉൾപ്പെടേണ്ടതായിരുന്നു. അവരെല്ലാം ഈ അവസരത്തിൽ നമുക്ക് ഈ സ്വാഗത പ്രസംഗത്തിന് ശേഷം നമുക്ക് ഒരു നിമിഷം അനുസ്മരണം നടത്താം അവർക്ക് വേണ്ടി. ഈ സദസ്സിന് സ്വാഗതം പറയുകയുള്ളതാണ് എൻ്റെ ഔദ്യോഗികമായ ഉത്തരവാദിത്വം. വളരെ ദൂരെ നിന്ന്, ബാംഗ്ലൂരിൽ നിന്നും, കോയമ്പത്തൂരിൽ നിന്നും, പാലക്കാട് നിന്നും, ഈ ഇവിടെ തന്നെ കൊയിലാണ്ടിയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നൊക്കെ എത്തിപ്പെട്ട എല്ലാവരും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഏകദേശം ഒരു 90% ആൾക്കാർ വന്നിട്ടുണ്ട് എന്നുള്ള സന്തോഷമാണ്. എല്ലാവർക്കും എത്തിപ്പെടാൻ പറ്റാത്ത ചില സാഹചര്യങ്ങളാണ്, വളരെ കുറഞ്ഞ പേര് മാത്രമേ വരാത്തതുള്ളൂ. അവരെല്ലാം ചില കാരണങ്ങൾ നമ്മളോട്
ഇതിൻ്റെ സംഘാടക സമിതിയായിട്ടുള്ള കമ്മിറ്റിക്കാരോട് പറഞ്ഞിട്ടുണ്ട്. എന്നാലും ഉച്ചയ്ക്കും വൈകുന്നേരത്തിന് മുമ്പും പലരും എത്തിപ്പെടാൻ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ഉത്തരവാദിത്തത്തിൽ കിടക്കുകയാണ്. ഈ സദസ്സിൽ ഇന്നത്തെ ഈ സ്നേഹ കുടുംബ സംഗമത്തിൽ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള നമ്മുടെ എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. അതിലുപരി നമ്മുടെ ഒരു തലമുറയിൽ ഏറ്റവും സീനിയറായിട്ട് ഇവിടെ എത്തിച്ചേർന്ന ഒരു 2-3-4 ആൾക്കാരാണ് നമുക്കിപ്പം ഇവിടെ വളരെ ആദരിക്കപ്പെടേണ്ട ചടങ്ങൊക്കെ ഉള്ളത്. അവരുൾപ്പെടെ ഈ ജാനകിയെടുത്തി, ഈ ബാലേട്ടൻ, രായ് ചേച്ചി, ഗംഗാരേട്ടൻ, പപ്പേട്ടൻ, അതുപോലെ ലക്ഷ്മിയെടുത്തി എന്നുള്ള മൂത്ത തലമുറയിലെ എല്ലാവരെയും, ഒപ്പം തന്നെ എൻ്റെ എല്ലാ കുടുംബാംഗങ്ങളെയും, ഈ വടക്കുംപാട്ട് കുടുംബത്തിലെ എല്ലാ കുടുംബാംഗങ്ങളെയും, മക്കളെയും എല്ലാവരെയും ഈ വടക്കുംപാട്ട് സ്നേഹ കുടുംബ സംഗമത്തിലേക്ക് ഞാൻ സാദരം സ്വാഗതം ചെയ്യുന്നു. എല്ലാവരും ഈ ചടങ്ങ് കഴിയുന്നവരെ വളരെ സ്നേഹത്തോടെയും സന്തോഷത്തോടെയും എല്ലാ പരിപാടികളിലും പങ്കെടുക്കുകയും സ്നേഹം പങ്കുവയ്ക്കുകയും സന്തോഷമായിട്ട് വൈകുന്നേരം 7 മണി വരെയുള്ള ഈ ചടങ്ങിൽ ഉൾക്കൊണ്ട് സഹകരിക്കണമെന്ന് അപേക്ഷിക്കുകയാണ്. എല്ലാവർക്കും ഭക്ഷണം കാര്യങ്ങളെല്ലാം ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇന്നൊരു ദിവസം മാത്രം നമ്മുടെ ഒരു കൂട്ടുകുടുംബ സംവിധാനത്തിലൂടെ ഇവിടെ ഒത്തുചേരുക എന്നതാണ് ഈ ചടങ്ങിൻ്റെ ഏറ്റവും അർത്ഥവത്തായ കാര്യം. എല്ലാവർക്കും ഒരിക്കൽ കൂടി വളരെ ഹാർദമായ സ്വാഗതവും നന്ദിയും പറയുന്നു. ജയ് ഹിന്ദ്. യോഗ നടപടികൾ ആരംഭിക്കുകയാണ്. ഈ യോഗത്തിന് അധ്യക്ഷം വഹിക്കുന്നതിന് വേണ്ടി വടക്കുംപാട്ട് കുടുംബ സംഗമ സമിതിയുടെ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട ബാലേട്ടനെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ഒപ്പം തന്നെ ഈ കുടുംബസംഗമത്തിന്റെ ബഹുമാനപ്പെട്ട സെക്രട്ടറി ശ്രീ സത്യൻ അവർകളെയും ക്ഷണിക്കും. ഇവിടെ ആദരിക്കപ്പെടുന്ന യോഗ നടപടികൾക്ക് നന്ദി പറയുന്നതിന് വേണ്ടി ബിജു ബാല അവർകളെയും ഇവിടെ സ്റ്റേജിലേക്ക് ക്ഷണിക്കുകയാണ്. ഈ ചടങ്ങ്, ഈ കുടുംബസംഗമ പരിപാടി നല്ല രീതിയിൽ കൊണ്ടുപോകാൻ വേണ്ടി നമുക്ക് ഒരു ബഹുമാനപ്പെട്ട ട്രഷറുണ്ട്. അദ്ദേഹം പുറത്ത് മാറി നിൽക്കുകയാണ്. സാമ്പത്തികമായ എല്ലാ കാര്യങ്ങളും നോക്കുന്ന ട്രഷറർ ശ്രീ ജനാർദ്ദൻ അവർ ഇങ്ങോട്ട് വരണം, സ്റ്റേജിലേക്ക് വരണം. അധ്യക്ഷ പ്രസംഗത്തിന് വേണ്ടി ബഹുമാനപ്പെട്ട ബാലേട്ടനെ ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട വടക്കുംപാട്ട് കുടുംബസംഗമ അംഗങ്ങളെ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ വടക്കുംപാട്ട് കുടുംബത്തിൻ്റെ പ്രഥമ കുടുംബസംഗമമാണ് ഇന്ന്. എല്ലാ കുടുംബാംഗങ്ങളും ഐക്യത്തോടും സ്നേഹത്തോടും കൂടിച്ചേരണമെന്നാണ് നമ്മുടെ അഭിപ്രായം. കുടുംബസംഗമത്തിൽ നാം തമ്മിൽ കാണുകയും മനസ്സിലാക്കുകയും ഈ മറ്റുള്ളവരുടെ വിഷമങ്ങളിൽ അവരുടെ ഒരു സഹായഹസ്തം നീട്ടുകയും സന്തോഷങ്ങളിൽ സന്തോഷിക്കുകയും ചെയ്യുന്ന കുടുംബാംഗങ്ങളാണ് കൂടുതലൊന്നും പറയാനില്ല. നിങ്ങൾക്കെല്ലാവർക്കും എല്ലാ ക്ഷേമം നേരുന്നു. നന്ദി, നമസ്കാരം. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ശ്രീ ബാലനവറുടെ, സെക്രട്ടറി, പ്രസിഡന്റ്, ട്രഷറർ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഈ വടക്കുംപാട്ട് കുടുംബസംഗമത്തിൻ്റെ ആദ്യം തുടങ്ങേണ്ടതെന്ന് വെച്ചാൽ, എൻ്റെ ഓർമ്മയിൽ വടക്കുംപാട്ട് കുഞ്ഞികൃഷ്ണനാറിൽ കല്യാണിയമ്മയ്ക്കും മാധവിക്കും അമ്മയ്ക്കും ഉണ്ടായിരുന്ന മക്കളാണ് ഈ കിടക്ക് നോക്കുക. അവരുടെ തലമുറയാണ് നമ്മളെ ഹാളിലുള്ളത്. ഇപ്പം കുഞ്ഞികൃഷ്ണനാരും മാധവിയമ്മയും എന്ന് പറഞ്ഞ കാര്യമൊന്നും അറിയില്ല. രണ്ടാമത് വെച്ചാണ് മാധവമ്മ. അവരുണ്ടായ മക്കളാണ് ഈ കാണുന്നതൊക്കെ. ഇതെല്ലാം ഒരു കൊടുക്കയിലെത്തിക്കാൻ നമുക്ക് പറ്റിയത് നമ്മളുടെ പ്രവർത്തനത്തിൻ്റെ ഫലം കൊണ്ടാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. എല്ലാവരും തിരക്കുള്ള ആൾക്കാരാണ്.
ആർക്കും ആരും കിട്ടലില്ല. എല്ലാവരും ഒന്ന് കാണാനും ഒത്തിരി കാണാനും ഈ ഒരു അവസരം ഇപ്പം കിട്ടിയതിൽ സന്തോഷമുണ്ട്. ഇനി മുമ്പോട്ട് പോകുന്ന കാര്യങ്ങളും എല്ലാവരും ഐക്യത്തോടെ അവനവൻ്റെ ജീവിതം നടക്കുന്ന പോലെ തന്നെ കുടുംബത്തിൽ അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുക വെച്ചാൽ കുടുംബത്തിന് നല്ല ശക്തിയും ബലമൊക്കെ ഉണ്ടാവുന്നതായിരിക്കും. തമ്മാമ്പിൽ ഒരു വിഷമില്ലാത്ത കുടുംബമാണ് നമ്മൾ പോകുന്നും വരുന്നില്ല എന്നുള്ളൂ. നമ്മളെല്ലാവരും മനസ്സിലും നമ്മളെല്ലാവരും നിറഞ്ഞിരിക്കുന്നുണ്ട്. പക്ഷേ പുതിയ പുതിയ മക്കളെ കാണാൻ പറ്റിയില്ല. പുതിയ പല കുറകൾ വന്നിട്ടുണ്ട്. അവർ തമ്മാമ്പിൽ അറിയുന്ന മക്കൾ കൂടിയാണ്. എൻ്റെ മക്കളാണ് പുതിയ കുട്ടികളെ മക്കളെ പറ്റി പറഞ്ഞിരുന്നത്. എനിക്ക് എൻ്റെ അടുത്ത കസിനെ അറിയുള്ളൂ. അത് അമ്മമാർ ഇളമാരൊക്കെ അറിയുള്ളൂ. പുതിയ ആൾക്കാരൊന്നും ഇന്നത്തെ കുട്ടിയൊക്കെ അറിയില്ല. അപ്പം നമുക്ക് ഒരു വേദിയായി കിട്ടിയെന്ന് ആരെയും എത്രയില്ല പലരും പുറത്ത് ജോലി ചെയ്യുന്നതാണ്. എൻ്റെ മക്കൾ രണ്ടാൾ പുറത്താണ്. എൻ്റെ സുഹൃത്തുക്കളെ മക്കളോ എൻ്റെ അവരൊക്കെ പുറത്തുള്ള ആൾക്കാരാണ്. അവിടെ എത്തിപ്പെടാൻ പറ്റില്ല. അവർക്ക് സന്ദേശം അയച്ചിട്ടുണ്ടെന്നല്ലാണ്ട് കൂടെ ചേരാൻ പറ്റിയില്ല. പക്ഷെ ഇന്ന് ഒരു കൃഷി കുടുംബമല്ല, ഒരു വ്യവസായ മേഖലയുണ്ട്. പലരും പഠിച്ച ജോലിക്ക് വിദേശത്ത് പോകേണ്ടി വരും. പണ്ട് നമ്മൾ കൃഷി കുടുംബമായിരുന്നു. അപ്പം നമുക്ക് കൂട്ടുകുടുംബമായി ജീവിക്കാൻ പറ്റിയ ഒരു പ്രശ്നമില്ലായിരുന്നു. ഇന്നത് പറഞ്ഞ് നടക്കാനും പറ്റില്ല. ഓരോ തിരക്കും കാര്യമുള്ള സമയമാണ് ഇപ്പോഴത്തെ സമയം. ഇപ്പോൾ ആരെയും കുട്ടി പറയാൻ പൈതാരാൻ പാടില്ല. എല്ലാവരും മനസ്സ് നമ്മുടെ കൂടെ ഉണ്ട്. അതുകൊണ്ട് ഇത് തുറന്ന് മുമ്പോട്ട് പോകണമെന്ന് ഒരു ആഗ്രഹം എനിക്കുണ്ട്. എനിക്കും 35 വയസ്സായി. എങ്കിലും ഞാൻ പറയുകയാണ്, നമ്മൾ തുറന്ന് പുതിയ തലമുറ കാണത്തെങ്കിലും നമ്മൾ കാണുന്നില്ല. അപ്പം അവർ കേസറ്റിലും കാണുമായിരിക്കും നമ്മളൊക്കെ. അപ്പോൾ നമുക്കൊരു ജീവിതം ഉണ്ടായെന്നുള്ള കാര്യം മനസ്സിലാക്കണം. അപ്പോൾ ഒരു 10-200 കൊല്ലം പഴക്കമുള്ളൊരു പാരമ്പര്യമാണ് ഇത് കാണുന്നത്. ഇപ്പം എന്തായാലും ഇങ്ങനൊരു സംഭവം കിട്ടിയതിൽ സന്തോഷമായി, അധികം സന്തോഷമുണ്ട്. എല്ലാവരെയും എന്ത് തിരക്കൊഴിവായിക്കൊണ്ട് നമ്മളെ കൂടെ വന്നല്ലോ, അത് തന്നെ ഏറ്റവും വലിയ സന്തോഷം. കൂടുതൽ പ്രസംഗിച്ചില്ലൊന്നുമില്ല. നമ്മൾ കാര്യം പറഞ്ഞ് പ്രസംഗിക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ അച്ഛൻ്റെ മനസ്സും അച്ഛൻ്റെ മനസ്സൊക്കെ ചേർന്നിട്ട് എല്ലാം കൂടി ഒത്തുചേരാൻ നമുക്ക് പറ്റി. അതുകൊണ്ട് ഇതെന്നും തുടർന്ന് മുമ്പോട്ട് പോകണമെന്ന് ഒരു ആഗ്രഹമുണ്ട്. അതുകൊണ്ട് എല്ലാവരും സഹകരിക്കുക, മുന്നോട്ട് പോവുക. ഓക്കെ, ബൈ. അടുത്തതായി എല്ലാവരും ഒരു 5 മിനിറ്റ്, ഒരു 2 മിനിറ്റ് ഒരു മൗനം പ്രാർത്ഥനയ്ക്കായി. നമ്മളെ വിട്ടുപിരിഞ്ഞു പോയ എല്ലാവരെയും ഓർത്ത് ഒരു 2 മിനിറ്റ് നിങ്ങൾ പ്രാർത്ഥിക്കാം. ഒരു മിനിറ്റ്. ജാനകി അമ്മ, ജാനകി, രാജേശ്വരി ബാലൻ, ഹേമലത ചന്ദ്രൻ, ശാന്ത വടക്കുംപാട്ട്, രാധാ പത്മനാഭൻ എന്നിവരെ ക്ഷണിക്കുന്നു. നമ്മുടെ വടക്കുംപാട്ട് കുടുംബത്തിലെ ഏറ്റവും മുതിർന്ന അംഗമായ ജാനകിയുടെ ഉൾപ്പെടെ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളാണ്. ഇന്ന് സൺഡേയാണ്. പൊതുവെ ആളുകൾ 6 ദിവസവും ജോലിക്ക് പോകുന്ന ആളുകൾ വീട്ടിലിരിക്കാൻ ഇഷ്ടപ്പെടുന്ന ദിവസമാണ് സൺഡേ. എന്നാൽ 6 ദിവസവും വീട്ടിലിരിക്കുന്ന സ്ത്രീകൾ, വീട്ടമ്മമാർ പുറത്തു പോകാൻ ഇഷ്ടപ്പെടുന്ന ദിവസമാണ് സൺഡേ. ഇവർ തമ്മിലുള്ള ഷണ്ടയാണ് ഷണ്ടേ അല്ലെങ്കിൽ സൺഡേ എന്ന് തമാശക്ക് പറയാറുണ്ട്. എന്നിട്ടും ഇത്രയും ആളുകൾ സന്തോഷത്തോടെ ഗൗരവത്തിലാണ് ഇരിക്കുന്നത്. നമ്മളെ ജയം സന്തോഷം മസിലൊക്കെ അയക്കണം. ഇത്ര ആളുകൾ എത്തിച്ചേർന്നു എന്നുള്ളത് വലിയൊരു വിജയമാണ്. വലിയൊരു കുടുംബം, വടക്കുംപാട്ട് തറവാട്, അതിനോട് ഒത്തുചേർന്ന ഒരുപാട് കൈവഴികളിൽ ഒന്നാണ് ഞാൻ. നമ്മുടെ എനിക്ക് തോന്നി ഈ സദസ്സിൽ ഏറ്റവും കുറവുള്ളത് നമ്മുടെ ഏറ്റവും പുതിയ തലമുറയാണ്. ഇത് കുടുംബസംഗമം മാത്രമല്ല, തലമുറകളുടെ സംഗമം കൂടി ആവേണ്ട വേദിയാണ്. പലരും ചിലപ്പോൾ ഉണർന്നിട്ടുണ്ടാവില്ല. എൻ്റെ മകൻ തന്നെ പിന്നെ ഉണർന്നു വരുന്നേ ഉള്ളൂ.
അപ്പോൾ അത് എല്ലാ വീട്ടിലുള്ള അനുഭവമാണ്. നമ്മുടെ ഏറ്റവും പുതിയ തലമുറ അവർ ചിലപ്പോൾ അവരുടെ ഇടയിലുള്ള ചില വാക്കുകൾ, തന്ത വൈബ്, തള്ള വൈബ് എന്നൊക്കെയുള്ള വാക്കുകൾ ഇപ്പൊ പുതിയ ജനറേഷൻ അറിഞ്ഞിരിക്കേണ്ടതാണ്, ഇല്ലേ രാജേച്ചി? തന്ത വൈബ് എന്ന് പറഞ്ഞാൽ പുതിയ തലമുറയുടെ ചിന്തയ്ക്കനുസരിച്ച് ചിന്തിക്കാത്ത ആളുകളെയാണ് തന്ത വൈബ് എന്ന് വിളിക്കുന്നത്. അപ്പൊ നമ്മള് ചില ആൾക്കാർക്ക് ഉൾപ്പെടും. തള്ള വൈബ് തന്നെയാണ്. ഇപ്പൊ ജെൻസി എന്ന പുതിയൊരു തലമുറ, പണ്ട് നമ്മള് ടീനേജ് എന്നൊക്കെ പറയുന്നു, ഇപ്പൊ ആ പ്രയോഗം പോയി അല്ലേ? ഇപ്പൊ 13 തൊട്ട് ടീൻ വരുന്നേ 13 തൊട്ട് 19 വരുന്ന കുട്ടികളൊക്കെ നമ്മൾ പണ്ട് ടീനേജ് എന്ന് വിളിച്ചിരുന്നു. പക്ഷെ ഇപ്പൊ ആ പ്രയോഗങ്ങളൊക്കെ പോയി. ഇപ്പം ജെൻസി എന്നുള്ള പ്രയോഗങ്ങളൊക്കെയാണ് ഇപ്പം വരുന്നത്. അപ്പൊ ജെൻസിയിലുള്ള ഒരു തലമുറയുടെ അസാന്നിധ്യം ഈ സദസ്സിലുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ്. അവർക്ക് പലർക്കും സത്യത്തിൽ സൂര്യോദയം പോലും കാണാത്ത ആളുകൾ ഉണ്ടാവും. ഇപ്പൊ ഞങ്ങളൊക്കെ സ്കൂളിൽ നെൽക്കതിര് കാണിച്ചിട്ട് എന്താന്ന് ചോദിച്ചപ്പോ ഇത് കക്കൂസ് എഴുതുന്ന ബ്രഷല്ലേ എന്നൊക്കെ ചോദിച്ച കുട്ടികളുണ്ട്. അത് അത്രയും അവർക്ക് അന്യമായ പലതുമുണ്ട്. അപ്പൊ ഈ തലമുറയുടെ സംഘം എന്ന് പറയുമ്പോൾ കേവലം ഒരു കുടുംബ സദസ്സിനപ്പുറത്തേക്ക് പരസ്പരം കൈമാറാനുള്ള ഒരുപാട് കാര്യങ്ങൾ തലമുറകൾ തമ്മിലുണ്ട്. അപ്പൊ എനിക്ക് എൻ്റെ ഒരു 50 കുറച്ചുകൂടി പറയാം, ഒരു 45 കൊല്ലക്കാലത്തെ പഴയ അനുഭവങ്ങൾ ചിലപ്പോൾ എനിക്കുണ്ടാവും, എനിക്ക് പറയാൻ പറ്റും. ഇവിടെ ഏറ്റവും മുതിർന്ന അംഗം ജാനകീർത്തി അല്ലേ? ഒരു 70 കൊല്ലക്കാലത്തെ ചരിത്രം നിങ്ങൾക്ക് അറിയില്ല അല്ലേ? ഒരു 70 കൊല്ലക്കാലത്തെ കാര്യങ്ങൾ ജാനകീർത്തി പറയാൻ പറ്റും. ഇവിടെ 200 കൊല്ലക്കാലത്തെ ചരിത്രം, പക്ഷെ അതിന് തെളിവൊന്നുമില്ല. ഞാൻ കണ്ണച്ചക്കണ്ടി ഫാമിലിയിൽ വന്നതിന് ശേഷം ഞങ്ങൾ തമ്മിൽ വലിയ അന്തരമുള്ള 2 ഫാമിലിയാണ്. എന്നാൽ ഞങ്ങൾ ഇപ്പം കൂടുമ്പോൾ ഇമ്പമുള്ളതാണ് കുടുംബം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. കൂടുമ്പോൾ ലഹളയുണ്ടാക്കുന്നത് കുടുംബങ്ങളുണ്ട് ധാരാളം. ഞാൻ പോസിറ്റീവായിട്ടാണ് പറയുന്നത്. കണ്ണച്ചക്കണ്ടിയിൽ ലഹളയുണ്ട് നല്ല പറഞ്ഞത്, പക്ഷെ അവിടുത്തെ അന്തരീക്ഷം ഒരു ബഹളമയമാണ് എപ്പോഴും. അപ്പൊ ലക്ഷ്മി കല്യാണം കഴിഞ്ഞ് വീട്ടിൽ വന്ന് വരുമ്പോൾ പലപ്പോഴും പറയും, ഇത് ഒരു അവാർഡ് സിനിമ പോലെ അവിടെ ആരൊന്നും മിണ്ടുന്നില്ല. അപ്പൊ ഞാൻ കണ്ണച്ചവണ്ടി പോയാൽ അവിടെയുള്ള ബഹളമൊക്കെ അറിയാലോ. ഈ ബഹളമൊക്കെ ഒന്ന് അടങ്ങി ഒരു 12-1 മണിയാകുമ്പോഴേ ഉറങ്ങാൻ പറ്റുള്ളൂ. അവസാനത്തെ ആൾ കുളിച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് 1 മണിയാ ഉറങ്ങാൻ. അങ്ങനെ ഞാൻ ഏറ്റവും ഇതിന്റെ മുകളില് പണ്ട് ബെൽബോട്ടം ഫാനൊക്കെ ആയിട്ട് സത്യേട്ടൻ ബോംബെന്ന് കൊണ്ടുവന്ന പഴയൊരു ഫാനുണ്ട്. അതിങ്ങനെ കറാ പറഞ്ഞിങ്ങനെ കറങ്ങിക്കൊണ്ട് അതിന്റെ ചോട്ടിലാണ് എൻ്റെ ബെഡ്റൂം. അതിന്റെ കറകര ശബ്ദം കൊണ്ട് ഉറക്ക് വരാതെ കുറെ കഴിഞ്ഞ് ഉറങ്ങും. ഞാൻ ഏതാണ്ട് ഉറക്ക് പിടിക്കുമ്പോഴാണ് വലിയ ട്രെയിൻ കടന്നു പോകുന്നത്. പഴയ വീടാണ്, ഇങ്ങനെ വിറച്ചത്, വീട് മൊത്തം വിറച്ച് അന്നത്തെ ഉറക്കം ഇനി ഏതാണ്ട് പിടിച്ചു വരുമ്പം 5 മണിക്ക് ഒരു ഭക്തിഗാനങ്ങൾ അങ്ങോട്ട് പ്രക്ഷേപണം ചെയ്തത്. ഇവർക്കൊക്കെ ബസ് കൊണ്ട ആളുകളാണ്. 4:30 ഈ മൈക്ക് ഫോൺ ചെയ്ത് വെച്ച് ബഹളമായി ഭയങ്കര, എനിക്ക് അവിടെ ഒരു ദിവസം കഴിച്ചു കൂട്ടെന്നുള്ള ഭയങ്കര ഒരു പ്രയാസമുള്ള കാര്യമായിരുന്നു. പക്ഷെ എന്നിട്ടും ഈ വൈരുദ്ധ്യങ്ങൾ, ഞങ്ങളുടെ ഒരു അന്തരീക്ഷവും ഞാൻ പുതിയൊരു വീട്ടിലേക്ക് കടന്നപ്പോൾ അന്തരീക്ഷം തമ്മിൽ ഒരുപാട് അന്തരമുണ്ട്, വൈരുദ്ധ്യങ്ങളുണ്ട്. ഞാനും ലക്ഷ്മി തമ്മിൽ സ്വഭാവത്തിൽ തന്നെ ഒരുപാട് വൈരുദ്ധ്യമുണ്ട്. പക്ഷെ എന്നിട്ടും ഞങ്ങൾ വളരെ സ്നേഹത്തോടെ ഒന്നിച്ച് പോകുന്നതിന് പിന്നിൽ ഒരു ശാസ്ത്ര തത്വമുണ്ട്. അത് ചിലർക്ക് ആൾക്കാർക്ക് പഠിച്ചിട്ടുണ്ടാവും. വിജാതീയ ദ്രവങ്ങളാണ് എപ്പോഴും ആകർഷിക്കുക. വിജാതീയ ദ്രവങ്ങളാണ് പരസ്പരം ആകർഷിക്കുന്നത്. കാന്തം കണ്ടില്ല, വിജാതീയ ദ്രവങ്ങളാണ് ആകർഷിക്കുന്നത്. എന്ന് പറഞ്ഞാൽ വ്യത്യസ്തമായ സ്വഭാവങ്ങളുള്ള ആളുകളാണ് കൂടുതൽ അട്രാക്ട് ചെയ്യാനുള്ളൊരു ശാസ്ത്ര തത്വമുണ്ട്. ഇപ്പം മാധവ വൈദ്യര്, എൻ്റെ അമ്മായിയപ്പൻ, ഞാൻ വളരെ ബഹുമാനിക്കുന്ന ആളായിരുന്നു. ഞങ്ങൾ പരസ്പരം കൗണ്ടർ ഒരുപാട് അടിക്കാറുണ്ട്. വൈദ്യരെ പറ്റി ഒരുപാട് തമാശകൾ ഞങ്ങൾ അവിടെ ഇറക്കും. അപ്പം അച്ഛൻ്റെ ഗോവിന്ദമാഷെ പറ്റിയുള്ള കൗണ്ടർ പിറ്റുകൾ ഇവരൊക്കെ ഇറക്കും. ഇങ്ങനെ രസകരമായി പോയ ഒരു സമയം ഉണ്ടായിരുന്നു. മാധവ വൈദ്യര് അസുഖമായിട്ട് കിടക്കുമ്പോൾ എന്നെ വിളിച്ചു ഒരു ദിവസം കാണണമെന്ന് പറഞ്ഞു. അതിന് ഞാൻ പോയി. അപ്പൊ ഒരു 4 തടിച്ച ഡയറി കാണിച്ചിട്ട് എന്നോട് പറഞ്ഞു, ഇത് എൻ്റെ ചരിത്രമാണ്, എൻ്റെയും അച്ഛൻ്റെയും ചരിത്രമാണ്. ഇത് ഞാൻ മരിച്ചതിന് ശേഷം വായിച്ചു നോക്കണം. എന്നെ കാണിച്ചു. നിർഭാഗ്യവശാൽ കുറെ നാളുകൾക്ക് ശേഷം അദ്ദേഹം മരിച്ചു.
പിന്നീട് ഞാൻ ദിവസം കണ്ടെത്തി പോയിട്ട് ഈ ഡയറിക്ക് വേണ്ടി തപ്പിയപ്പോൾ ഗിരീശൻ പറഞ്ഞു, അയ്യോ ഡയറിയാണോ, അതിപ്പോ തമിഴ്നാട്ടിൽ പോകണോ കിട്ടണമെങ്കിൽ. ഞാൻ എന്താ അണ്ണാച്ചിയൊക്കെ തൂക്കി വിറ്റ് കൊടുത്തിട്ടുണ്ട്. അണ്ണാച്ചികൾക്ക് ഇങ്ങനത്തെ രേഖകളൊക്കെ തൂക്കി വിറ്റ് എല്ലാ ആയുർവേദ പുസ്തകങ്ങളൊക്കെ മുഴുവൻ സാധനവും. അപ്പൊ ഒരു കുടുംബത്തിന്റെ ചരിത്രമായിട്ട് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാവുക. 200 കൊല്ലക്കാലത്തെ ചരിത്രം എന്ന് പറയുമ്പോൾ അത് കൃത്യമായിട്ട് അറിയുന്ന ആരും ഇവിടെ ഇല്ല. ഒരു വക്കം തരിയോ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടെന്നല്ലാണ്ട് 200 കൊല്ലക്കാലത്തെ ചരിത്രം പറയാൻ പറ്റുന്ന ആരുമില്ല. അപ്പൊ അതുകൊണ്ട് ഈ കുടുംബ സംഗമത്തിന്റെ ഒരു ലക്ഷ്യം അല്ല ഇതിന്റെ ഭാഗമായിട്ട് വരേണ്ടത്. ഇപ്പൊ ഡോക്യുമെന്റേഷൻ നടക്കുന്നുണ്ട്. നമ്മളെ ഇദ്ദേഹം ക്യാമറയിൽ കൃത്യമായിട്ടും ഞാൻ പറയുന്ന വാക്കുകളും നിങ്ങൾ ഇനി കളിക്കാൻ പോകുന്ന കളികളൊക്കെ റെക്കോർഡ് ചെയ്തു നോക്കി. അതൊരു ഡോക്യുമെന്റ് ആണ്. അതുപോലെ നമ്മുടെ ചരിത്രം എഴുതി തയ്യാറാക്കാൻ എത്ര പഴക്കമുള്ള ആളുകൾ അറിയാം. അച്ഛൻ്റെ അച്ഛനെ എനിക്കറിയാം, പക്ഷെ അതിന്റെ മുൻപേ ഉള്ള തലമുറ എനിക്കറിയില്ല. അതുപോലെ നമ്മുടെ കുടുംബത്തിലെ പരമാവധി എത്ര പുറകോട്ട് ചിന്തിച്ചാൽ എത്രമാത്രം ചരിത്രം നമുക്ക് കിട്ടും, അത് എഴുതി ഒരു കുടുംബ ചരിത്രമായിട്ട് നമ്മുടെ ഈ കുടുംബ സംഗമത്തിന്റെ ഒരു ഡോക്യുമെന്റ് എന്ന രീതിയിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റണം. അതിനിണങ്ങിയ 2 ആൾക്കാർ ചുമതലപ്പെടുത്തണം. അത് ഇതിന്റെ ഒരു ഫോളോ അപ്പ് പ്രവർത്തനമായിട്ട് മാറേണ്ടതാണ്. എന്തായാലും നമ്മളെ കുടുംബത്തിൽ ഒരുപാട് മാറ്റങ്ങൾ നടന്നു. നാട്ടിലൊക്കെ ധാരാളം മാറ്റങ്ങൾ നടന്നിട്ടുണ്ട്. നമ്മളൊക്കെ എനിക്ക് തോന്നുന്നു ചിലപ്പം പണ്ട് ഓലപ്പരയിൽ ജീവിച്ച ആളുകളായിരിക്കാം. പിന്നീട് ഓടിട്ട വീട്ടിലേക്കും പിന്നീട് കോൺക്രീറ്റ് മാളികളിലൊക്കെ വന്നിട്ടുണ്ട്. അങ്ങനെയുള്ള മാറ്റങ്ങൾ ധാരാളമുണ്ട്. ഇപ്പൊ കക്കൂസിന്റെ കാര്യത്തിൽ ഇയാളെന്താ രാവിലെ തന്നെ വന്ന് കക്കൂസിന്റെ കാര്യം പറയുന്നു ചോദ്യം ഉണ്ടാവും. പക്ഷെ കക്കൂസ് എന്നുള്ളൊരു സിമ്പൽ ഏറ്റവും കൂടുതൽ മാറ്റം വന്ന ഒന്നാണ്. പണ്ടൊക്കെ ഞങ്ങള് ഈ കക്കൂസ് പോവുക എന്നുള്ള വാക്യം ഉപയോഗിക്കാറില്ല, കണ്ടത്ത് പോവുക എന്നാ പറയാ. എന്ന് പറഞ്ഞാൽ അല്ലേ രാധിച്ച് കണ്ടത്തിലേക്കാണ് വിടുക. ഇവിടെ റെയിൽവേയിലേക്ക് കുളത്തിലേക്ക് പോകുന്ന ആൾക്കാരുണ്ട്. എന്റെ നാട്ടിൽ ഞങ്ങൾ പറമ്പിലേക്ക് പോകാം. എടാ ഒരു അമ്മൂലേക്ക് ഓടുന്ന് പറയും, അതിന് കണ്ടത്ത് പോകുന്ന പറയാം. അപ്പൊ കക്കൂസ് പോകുക എന്നുള്ള പ്രയോഗം തന്നെ അന്നില്ല, കാരണം കക്കൂസില്ല. പക്ഷെ ഇന്ന് എല്ലാ സിനിമാ നടന്മാരും പ്രഗത്ഭരായ ആളുകളും അഭിനയിക്കുന്നത് ഏത് പരസ്യത്തിലാണെന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ? കക്കൂസിന്റെ പരസ്യത്തിലാണ്. അത് അമിതാഭ് ബച്ചൻ ആയാലും ഷാറൂഖ് ഖാൻ ആയാലും ഒക്കെ ഇന്ന് അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന പരസ്യം കക്കൂസാണ്. കാരണം അത്രയും ഹാർപ്പിക്ക് ചെലവാകുന്നുണ്ട് അവർക്ക്. 40 കോടി കുടുംബങ്ങളിൽ വീടുകളിൽ ഹാർപ്പിക്ക് ചെലവാണെങ്കിൽ ഇത്തരം വലിയ വലിയ സ്റ്റാറുകൾ കൊണ്ട് പരസ്യം ഉണ്ടാക്കണം. അപ്പൊ നേരത്തെ അതിനുശേഷം കക്കൂസുകൾ വന്നു. കക്കൂസ് വീട്ടിന്റെ പുറത്തായിരുന്നു. അങ്ങനെയാണ് കക്കൂസ് പോകുക എന്നുള്ളൊരു പ്രയോഗം ഉണ്ടായിരുന്നു. അന്നൊക്കെ വീട്ടിന്റെ അകത്തുനിന്ന് ഭക്ഷണം കഴിച്ചിട്ട് നമ്മൾ പോവുക പുറത്തേക്കാണ് കക്കൂസ് പോവുക. പിന്നീട് ഇപ്പോഴത്തെ ന്യൂജൻ കാലഘട്ടത്തിലേക്ക് വന്നപ്പോ തലമുറകളുടെ മാറ്റമാണ് ഞാൻ പറയുന്നത്. നമ്മളെ പല വീടുകളിൽ ഇതാണ് സംഭവം. ഏറ്റവും പുത്തൻ ന്യൂജൻ കാലഘട്ടത്തിലേക്ക് വന്നപ്പോ പുറത്തുനിന്ന് ഭക്ഷണം കഴിച്ചിട്ട് വീട്ടിന്റെ അകത്തേക്കാണ് ഓടുന്നത്. ഭക്ഷണമൊക്കെ പുറത്താണ്. അടുക്കളയിൽ പുല്ല് മുളച്ച പല അടുക്കളകളിൽ ചിലപ്പോൾ നമ്മുടെ കുടുംബങ്ങൾ ഉണ്ടാവാം അല്ലെ. ആ തരത്തിൽ ഫാസ്റ്റ് ഫുഡ് നമ്മളെ വീടുകളിലൊക്കെ കടന്നു വന്നിട്ടുണ്ട്. മുമ്പൊക്കെ മുട്ട് മടക്കിയിരിക്കുന്ന കക്കൂസായിട്ട് ഒരുപാട് കുറഞ്ഞ സമയം ഇരിക്കുള്ള ആളുകൾ കാലുവേദനയും. ഇപ്പം കസേര പോലെ ഇരിക്കാൻ പറ്റുന്ന നല്ല ക്ലോസറ്റുകളായപ്പം മൊബൈൽ ഫോണുമായിട്ട് കക്കൂസിലേക്ക് പോകുന്ന നമ്മുടെ മക്കളും പേരക്കുട്ടികളൊക്കെ നമ്മുടെ വീട്ടിലുണ്ട്. പക്ഷെ ഇത് വലിയൊരു മാറ്റമാണ്. ആ തരത്തിൽ ഒരുപാട് മാറ്റം വന്ന കാലഘട്ടത്തിലാണ് നമ്മളുള്ളത്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, ഇവരൊക്കെ കുറേശ്ശെ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും നമ്മുടെ കുടുംബസംഗമം ഇതൊരു സ്നേഹസംഗമമാണ്. ഇപ്പൊ കൊയിലാണ്ടി നിയോജകമണ്ഡലത്തിൽ ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കാൻ പറ്റുന്ന ശക്തിയായിട്ട് ചിലപ്പോൾ വടക്കുംപാട് കുടുംബത്തിന് മാറാൻ സാധിക്കും. കൊയിലാണ്ടി നഗരസഭയിൽ ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കുന്ന ശക്തിയായിട്ട് മാറാൻ വടക്കുംപാട്ടോടൊപ്പം അതിൽ കേളോത്തും പിന്നെ അതല്ല ഇങ്ങനെയുള്ള കുറെ സ്ട്രീം വന്നു ചേർന്നാൽ ഇത് വലിയൊരു ശക്തിയാണ്. അതുകൊണ്ട് ഈ ഒരു ഒറ്റക്കെട്ടായി നിൽക്കുമ്പോൾ കിട്ടുന്ന ശക്തി, ആ ശക്തിയാണ് നമ്മുടെ കുടുംബത്തിന്റെ ശക്തി. എന്നാൽ അതോടൊപ്പം വെറും എന്റെയും എന്റെ കുടുംബത്തിന്റെയും എന്നുള്ള രീതിയിലുള്ള ആ സ്വാർത്ഥ ചിന്താഗതിക്ക് അപ്പുറത്ത് ഇപ്പൊ ഒരു ഗ്രൂപ്പ് ഫോട്ടോ കണ്ടാൽ നമ്മളൊക്കെ ആദ്യം നോക്കുക നമ്മളെ ഫോട്ടോ നന്നായിക്കുന്നതാണ് അല്ലേ. ഗ്രൂപ്പ് ഫോട്ടോ നമ്മൾ നോക്കുകയാണെങ്കിൽ ആദ്യം ഞാൻ നന്നായിക്കും. അപ്പൊ അതൊരു സ്വാർത്ഥതയാണ്. അപ്പൊ അതിലപ്പുറത്തേക്ക് എന്റെയും എന്റെ കുടുംബമല്ല, അതോടൊപ്പം നാട്ടിലെ ആളുകളൊക്കെ ചേർത്ത് നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകണം എന്ന രീതിയിലുള്ള ചിന്ത തീർച്ചയായിട്ടും നമുക്ക് ഉണ്ടാവണം.
ആ രീതിയിൽ ഒന്നിച്ചു നിന്നാൽ വലിയ ശക്തിയായി മാറാൻ പറ്റുന്ന ഈ കുടുംബത്തിന്, ഈ കുടുംബ സംഗമത്തിന് എൻ്റെ എല്ലാ ആശംസകളും നേരുകയാണ്. അടുത്തതായി ആശംസ അർപ്പിക്കുവാൻ വേണ്ടി വടക്കമ്പാട്ട് മുരളി അവർ നമ്മുടെ സ്വന്തം മുരളിയേട്ടനെ വേദിയിലോട്ട് ക്ഷണിക്കുന്നു. ഇന്നിവിടെ വടക്കുംപാട്ട് കുടുംബ സംഗമത്തിന് ഇത്രയും ദൂരത്തു നിന്ന് വന്ന എല്ലാവർക്കും എൻ്റെ സംഗീതമായ നമ്മളെ ഈ സംഗമത്തിന് ഏറ്റവും കൂടുതൽ അധ്വാനിച്ചത് ഒരു കണക്കിന് സുഭാഷിണിയാണ്. അവർക്ക് പ്രത്യേക ആശംസകൾ അറിയിക്കുന്നു. മറ്റുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയുമ്പോൾ തന്നെയുള്ളൂ. ഞാനൊന്നും ഞാൻ പറയാൻ നിൽക്കുന്നില്ല. അടുത്തതായി നമ്മുടെ സ്വന്തം ജനേട്ടനെ ആശംസ അർപ്പിക്കുവാൻ വേണ്ടി ആദ്യമായി കുടുംബാംഗങ്ങളുടെ നമസ്കാരം. ഞാനിവിടെ കുറെ കാര്യങ്ങൾ പറയണമെന്ന് വെച്ചാൽ എഴുതി കൊണ്ടു. ആ കാര്യമൊക്കെ എന്ത് ചെയ്തിട്ട് കട്ട നോക്കുന്നത് അതിൽ വല്ലാതെ ഒക്കെ ഓ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പേപ്പർ എഴുതി കൊണ്ടുപോകാം. ഞാൻ പറഞ്ഞ മുക്കോ ഓ പറഞ്ഞു. പിന്നെ ഞാൻ എന്താ പറയുമ്പോ എനിക്ക് ഇന്നൊരു നല്ല അനുഭവം ഉണ്ടായിട്ടാൽ ഞാൻ ചെറിയ കൊടുത്തു. അപ്പൊ എന്നോട് പറഞ്ഞത് തന്നെയോ ഒറ്റ ചവിട്ടം കിട്ടിയിരുന്നു. കാരണം ചെറിയ മോൻ ഇനി അറിയില്ല ആരാന്നുള്ളത്. എനിക്ക് വളരെ ആരാ ശ്രീകുട്ടിക്ക് പറയാൻ പോകുന്നത് ഒറ്റ ചവിട്ടം കിട്ടുന്നില്ല. അതൊരു നല്ല അനുഭവമാണ്. കാരണം വെച്ചാൽ ഒന്നും അറിയില്ല. ശ്രീകുട്ടീനെയൊക്കെ ഞാൻ എടുത്തിട്ടുണ്ടോ. ശ്രീകുട്ടിയെ ഈ ബിന്ദുല്ല ഇടക്കടി ബിന്ദു ഓൾ ചെറുപ്പം ഞാൻ എടുത്തിട്ടുണ്ടോ. അങ്ങനെ പല കുട്ടികൾക്കും പറയാം. പക്ഷെ ഈ ചെറിയ മക്കൾക്കും കൂടെ അറിയില്ല. ആ ചവിട്ടുന്ന പറയുന്ന അത്രേ പറയാനുള്ളൂ. എല്ലാവർക്കും നന്ദി. എടക്കണ്ടി ബിജുവേട്ടൻ ഉണ്ട് അവിടെ. അടുത്തതായി വോട്ട് ഓഫ് താങ്ക്സിനായി ബിജു ബാലൻ. എല്ലാവർക്കും നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങൾക്കും ആദരണീയായ മുതിർന്നവർക്കും സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാർക്കും എൻ്റെ വക ഈ സമിതിയുടെ വക നന്ദി രേഖപ്പെടുത്തുന്നു. ഇന്ന് നമ്മൾ ഒരുമിച്ച് ചേർന്നത് ഒരു കുടുംബ സംഗമം വിജയകരമായി നടത്താൻ സഹായിച്ച എല്ലാവരെയും ഹൃദയപൂർവ്വം നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളായി എൻ്റെ അച്ഛൻ്റെ കുടുംബമായ നിങ്ങളെല്ലാവരും വന്നു ചേർന്നതിൽ എനിക്ക് അതിവായ സന്തോഷവും ഇതിങ്ങനെ നടത്തിക്കൊണ്ടുവരാൻ സഹായിച്ച എല്ലാവരോടും എനിക്ക് നന്ദിയാണ്. എൻ്റെ കുടുംബത്തിലെ മുതിർന്നവരായ ജാനകി മുത്തമ്മ, അമ്മ, ബാലേട്ടൻ, രാമോട്ടൻ, മുരളിയേട്ടൻ, എല്ലാ ജ്യേഷ്ഠന്മാർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി. ഈ പരിപാടി ക്രമീകരിക്കാൻ മുൻകൂട്ടി നിന്ന എല്ലാ ശുഭേച്ഛി സഹപ്രവർത്തകർ എല്ലാവരുമായ രജനേട്ടൻ എല്ലാവർക്കും ദൂരെ നിന്നും ജോലി അവരുടെ തിരക്കെല്ലാം മാറ്റിവെച്ച് ഈ പരിപാടിക്ക് വന്ന് എത്തിയ എല്ലാ എൻ്റെ സഹോദരിമാർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. പിന്നെ ഇതൊരു വലിയൊരു സംഭവമായി മാറ്റാൻ ഒരു കാരണം ഉണ്ടായത് ഒരു ചെറിയൊരു ഒരു വിഷമത്തിന്റെ സമയത്ത് കണ്ടുമുട്ടിയ ഒരു സാഹചര്യമാണെങ്കിലും ഇതിങ്ങനെ നടത്തിക്കൊണ്ടുവരാൻ പറ്റിയതിൽ ഏറ്റവും അധികം സന്തോഷിക്കുന്ന ഞാൻ. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ മൂത്തമ്മ മരിച്ച ദിവസമാണ് നമ്മളിത് തീരുമാനിക്കപ്പെട്ടത് എന്നൊരു സങ്കടം ഉണ്ടെങ്കിലും ഇതൊരു വലിയൊരു സംഭവമായി മാറ്റി തന്ന എല്ലാവരോടും ഒന്നും കൂടെ ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. താങ്ക് യു. മനസ്സ് അമ്മ മനസ്സ് മുറ്റത്തെ തുളസി പോലെ ഈ തിരുമുന്നിൽ വന്നു നിന്നാൽ ഞാൻ അമ്പാടി പൈക്കിടാവ് കോടിപ്പാവുടുത്ത് കണിത്താലവുമായി വിഷു കൈനേട്ടമെൻ കയ്യിൽ തരുമ്പോൾ എന്റെ മിഴി രണ്ടും നിറയും ഞാൻ തൊഴുതു കാലിൽ വീഴും. തങ്കമനസ്സ് അമ്മ മനസ്സ് മുറ്റത്തെ തുളസി പോലെ ഈ മുറ്റത്തെ തുളസി പോലെ.
അതാണ് ശരി. കുഴപ്പമില്ല, ചിലപ്പോൾ ശരിക്കും കുഴപ്പമില്ല. എല്ലാവർക്കും നന്ദി. പ്രിയ കുടുംബാംഗങ്ങളെ, എനിക്ക് പ്രത്യേകിച്ച് പ്രസംഗിക്കാനൊന്നും അറിഞ്ഞൂടാ. എന്നാലും ഞാൻ 78 ഇവിടെ വരുന്ന സമയം എങ്ങനെയായിരുന്നു, ഇപ്പോൾ എങ്ങനെയാണ് എന്നുള്ളത് വളരെ അന്തരമുള്ളൊരു കാര്യമാണ്. എനിക്ക് അങ്ങേയറ്റത്തെ അഭിമാനമുണ്ട്. നമ്മുടെ കുടുംബം ഇത്രയും പ്രയാസത്തോടുകൂടി ഇത്രയും ഉയർച്ചയോടുകൂടെ അങ്ങേയറ്റം എത്തിയതിൽ എനിക്ക് അങ്ങേയറ്റം സന്തോഷമുണ്ട്. അതുപോലെ തന്നെ ഇങ്ങനെ ഒരു പരിപാടി ക്രമീകരിച്ച് അതിന്റെ ഭാരവാഹിത്വം വഹിക്കാൻ ശുഭയെ പോലെ കുറെ ആൾക്കാർ ഇറങ്ങിയതിലും ഞാൻ അങ്ങേയറ്റം സന്തോഷിക്കുന്നു. ഇത് അങ്ങേയറ്റം ഇങ്ങനെ നിലനിന്ന് പോവട്ടെ. എല്ലാ കൊല്ലവും ഇതേപോലെ സാധിക്കുമെങ്കിൽ നമുക്ക് എല്ലാവർക്കും കൂടി ഒത്തുകൂടാ. നമ്മുടെ വളരെ ചെറിയ പേരക്കുട്ടികൾക്കൊക്കെ നമ്മുടെ കുടുംബാംഗങ്ങളെ കുറിച്ച് ഒരു അറിവുമില്ല. ഈ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ അവർ നമ്മൾ ഇന്നവരുടെ മക്കളാണ് എന്നൊക്കെ ഒന്ന് പരിചയപ്പെടാനും അച്ഛൻ്റെ കുടുംബമാണ് നമ്മുടെ കുടുംബമാണെന്ന് അവർക്ക് അറിയാനും ഒരു സാഹചര്യം തന്നതിൽ ഞാൻ ഇവിടെ വടക്കുംപാട്ടത്തെ എല്ലാ കുടുംബാംഗങ്ങളോടും നന്ദി പറഞ്ഞുകൊള്ളുന്നു. നന്ദി, നമസ്കാരം. അത്രയൊക്കെ പറയാൻ എനിക്കാവും. പാട്ടും മറന്നിടാ. ഞാൻ കൃഷ്ണന്റെ ഒരു പാട്ട് 5 പാട്ട് എത്രയോ 70 കൊല്ലം മുമ്പോ അല്ല 65 കൊല്ലം മുമ്പോ പഠിച്ചാൽ കൃഷ്ണ യശോദ വിഷമിച്ചിരിക്കുന്നത് കോഴിമാരെ ചോദിക്കാൻ കൃഷ്ണൻ പഠിക്കാൻ പോയി വരാഞ്ഞു തൊഴിൽ നേരെ ഇന്നേരം വന്നോരല്ലേ കരികൾ കാണാൻ കാട്ടിൽ നടക്കുമ്പോൾ കടലിൽ കാച്ചിലല്ലോ കൈകൾ പാറക്കുവാൻ കമരാമിറിട്ട് കനനം തന്നിലേ വിമാനോടാൻ കനനം തന്നിലേ നൽവഴി കാണാനും ഇനായി മുഴങ്ങോടാൻ കേളെ പറ്റുള്ളോരമ്മേ കാമ്പിൽ വേദനായെന്നുമെന്നും പലരെയും ഇപ്പൊ പുതിയ ജനസൺ ആൾക്കാരൊന്നും അറിയുന്നില്ല. അപ്പൊ ഞങ്ങൾ കരുതി ഒരു ചെറിയ വീഡിയോ വയ്ക്കാം, എല്ലാ കുടുംബാംഗങ്ങളെയും കാണിച്ചുകൊണ്ട് ഒരു വീഡിയോ. അപ്പൊ അതിൽ നിന്നും ഞാൻ തന്നെ പഠിച്ചു. ധന്യയോട് പ്രത്യേകം നന്ദി പറയണം. ഇപ്പോഴത്തെ പുതിയ ജനറേഷൻ കുട്ടികളെയും എനിക്കറിയില്ലായിരുന്നു. അപ്പൊ അവരെ കുറിച്ചുള്ള അതെല്ലാം എനിക്ക് ഞങ്ങൾ ഈ വീഡിയോ ഉണ്ടാക്കി മനസ്സിലാക്കി. ഇത് വേണമെങ്കിൽ ഞങ്ങളിപ്പോ കാണിച്ചു തരാം. വീഡിയോ ഉണ്ട്. ഏകദേശം എല്ലാവരും ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഞങ്ങളോട് ക്ഷമിക്കുക. അപ്പോ നമുക്ക് വീഡിയോ പ്ലേ ചെയ്ത് മുമ്പ് ഉഷ ചേച്ചിയുടെ ഭർത്താവിന്റെ ഫോട്ടോ ഞങ്ങൾ കുറെ തെരഞ്ഞു നോക്കി, പക്ഷെ ഞങ്ങൾക്ക് കിട്ടിയില്ല. ചന്ദ്രേട്ടന്റെ. അപ്പൊ അത് മാത്രം മുമ്പുള്ള വീഡിയോയിൽ ഞങ്ങൾ മിസ് ചെയ്തു. അത് ഞങ്ങൾക്ക് ഉഷ ചേച്ചിയോട് ചോദിക്കാനുള്ള മടി കൊണ്ട് ചോദിച്ചില്ല, പക്ഷെ കിട്ടാത്തത് കൊണ്ടാണ് ആഡ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് വീഡിയോ കാണാം. ഓർമ്മകൾ ഓർമ്മകൾ ഓടക്കുഴലൂതി ഓർമ്മകൾ ഓർമ്മകൾ ഓടക്കുഴലൂതി സമയമായമുനയോ പിറകിലേക്കൊഴുകിയോ
ദൂരെ ഓർമ്മകൾ ഓർമ്മകൾ ഓടക്കുഴലൂതി ഓർമ്മകൾ ഓർമ്മകൾ ഓടക്കുഴലൂതി വിശാലമായ മാറിൽ താമരപ്പൂ മെത്ത തീർക്കും വേണു